ഇന്നത്തെ ശുഭചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. മനോരോഗ വിദഗ്ധനായ ഡോക്ടർ എഡ്വിൻ പറഞ്ഞ ഒരു കഥ നമുക്കിന്ന് ശ്രദ്ധിക്കാം. ബോസ്റ്റൺ നഗരത്തിലെ അതിപ്രശസ്തമായൊരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിച്ചിരുന്ന ഒരു സ്ത്രീ വളരെ അസ്വസ്ഥയായി. അവൾ ഹോട്ടൽ മാനേജറെ വിളിച്ചു പറഞ്ഞു, ഞാനിപ്പോൾ ബോധം കെട്ട് വീഴും. എനിക്ക് ഒട്ടും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. എൻ്റെ ശരീരമാകെ വിറയൽ, തൊണ്ട വരണ്ടിരിക്കുന്നു, കണ്ണിൻ്റെ കാഴ്ച പോലും നഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. കാരണം അടുത്ത മുറിയിൽ ആരോ ഒരു പഴഞ്ചൻ പിയാനോയിൽ ശബ്ദമുണ്ടാക്കി ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുടനെ നിങ്ങൾ നിർത്തിച്ചില്ലെങ്കിൽ ഞാൻ തല കറങ്ങി വീഴും. എന്നെ ആശുപത്രിയിൽ എത്തിക്കേണ്ടി വരും. എല്ലാറ്റിനും ഉത്തരവാദി നിങ്ങളായിരിക്കും. മാനേജർ സവിനയം അറിയിച്ചു, മാഡം ക്ഷമിക്കണം, നിങ്ങളെ എങ്ങനെ സഹായിക്കാൻ കഴിയുമെന്ന് എനിക്ക് നിശ്ചയമില്ല. ദയവായി നിങ്ങൾ മനസ്സിലാക്കണം, അടുത്ത മുറിയിലെ ആൾ ഇന്ന് വൈകിട്ട് സിംഫണി ഹാളിൽ നടക്കുന്ന സംഗീത വിരുന്നിൻ്റെ റിഹേഴ്സൽ നടത്തുകയാണ്. അത് ചെയ്യുന്നത് മറ്റാരുമല്ല, പ്രസിദ്ധ സംഗീതജ്ഞനായ പദർവസ്കി ആണ്. സ്ത്രീയുടെ മറുപടി, ഓ അദ്ദേഹം തന്നെയാണോ? എന്നാൽ അതെത്ര മനോഹരമായിരിക്കും. ആ നിമിഷം തന്നെ അവൾ ടെലിഫോൺ എടുത്ത് തൻ്റെ സ്നേഹിതകളെല്ലാം അവൾ പാർക്കുന്ന മുറിയിലേക്ക് ക്ഷണിച്ചു. ഹൃദ്യമായ സംഗീത മധുരം സൗകര്യമായി ആസ്വദിക്കുവാൻ അധികം താമസിക്കാതെ ആ മുറി ആസ്വാദകരെ കൊണ്ട് നിറഞ്ഞു. ഹോട്ടൽ മാനേജർ രക്ഷപ്പെട്ടു. ആ സ്ത്രീയെ ആശുപത്രിയിലെത്തിക്കേണ്ട ഗതികേട് ഒഴിഞ്ഞു കിട്ടി. എന്താണ് സംഭവിച്ചത്? ആ സംഗീതം ആസ്വദിക്കുവാൻ തക്ക മാനസികാവസ്ഥ ആ സ്ത്രീക്കില്ലായിരുന്നു. അപ്പോൾ അതവൾക്ക് ശബ്ദകോലാഹലമായി മാറി. അവളുടെ അമർഷവും വെറുപ്പും പെട്ടെന്ന് ഞരമ്പ് രോഗമായി അവൾക്ക് അനുഭവപ്പെടുകയായിരുന്നു. എന്നാൽ ആ പിയാനോ വായിച്ചത് സുപ്രസിദ്ധ സംഗീതജ്ഞനാണെന്ന് കേട്ടപ്പോൾ സാഹചര്യത്തിന് മാറ്റമില്ലെങ്കിലും അവളുടെ മനോഭാവത്തിന് വ്യത്യാസമുണ്ടായി. കർണകഠോരമായി തോന്നിയത് കർണപീയൂഷമായി അനുഭവപ്പെട്ടു. നമ്മുടെ മനോഭാവത്തിലുള്ള മാറ്റമാണ് മാനസികവും ശാരീരികവുമായ പ്രതികരണങ്ങൾക്ക് കാരണമായി തീരുന്നതെന്ന് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു. ചിലർ അവരുടെ വീട്ടിലെ അസ്വസ്ഥങ്ങൾക്കും അപസ്വരങ്ങൾക്കും കാരണം വീടിൻ്റെ സ്ഥാനവും ദർശനമാണെന്ന് പഴി പറയും. വഴക്കിടുമ്പോൾ പറയും, ഈ വീട്ടിൽ നിന്ന് മാറിക്കിട്ടിയാൽ സ്വൈര്യം കിട്ടുമായിരുന്നെന്ന്. കാറ്റും വെളിച്ചവും കയറാത്ത വീട് അനാരോഗ്യമാണെന്ന് പറയുന്നതിന് സംശയമില്ല. എന്നാൽ അവിടെ ഉയരുന്ന അപസ്വരങ്ങൾക്കും ഉണ്ടാകുന്ന അസ്വാസ്ഥ്യങ്ങൾക്കൊക്കെ വീടിൻ്റെ സ്ഥാനമല്ല കാരണം, അവിടെ പാർക്കുന്നവരുടെ മനോഭാവത്തിലും പ്രതികരണത്തിലുള്ള വൈകല്യങ്ങളാണ്. മനസ്സിൻ്റെ സ്വസ്ഥത ശാരീരിക സൗഖ്യത്തിന് കാരണമാണ്. മറിച്ച് മനസ്സിൻ്റെ അസ്വാസ്ഥ്യം ശാരീരികമായ പല രോഗങ്ങൾക്കും വഴിതെളിക്കുകയും ചെയ്യും. ക്രിസ്തുവിന് 400 വർഷം മുമ്പ് ജീവിച്ച പാശ്ചാത്യ വൈദ്യശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന ഹിപ്പോക്രാറ്റിസ് പറഞ്ഞു, കോപവും ഭയവും മനുഷ്യരക്തത്തിൽ വിഷം കലർത്തുന്നവയാണ്. മനുഷ്യശരീരത്തിലെ നാനാ രാസപദാർത്ഥങ്ങളുടെയും സന്തുലിതാവസ്ഥയ്ക്ക് അതുമൂലം മാറ്റം സംഭവിക്കുന്നു. അതുകൊണ്ട് മാനസിക സ്വസ്ഥത കാത്തു സൂക്ഷിക്കുക ഏറ്റവും പ്രധാനമാണ്. വസ്തുതകളെ ശരിയായി മനസ്സിലാക്കാനുള്ള ശ്രമവും ഇതോടൊപ്പം ഉണ്ടാകണം. ഒരു പഴയ പ്രാർത്ഥന ഇപ്രകാരമാണ്, ദൈവമേ, മാറ്റാവുന്ന ദോഷങ്ങളെ മാറ്റുവാനും എനിക്ക് മാറ്റാൻ കഴിയാത്തവയെ സ്വീകരിക്കുവാനുള്ള ശക്തിയും ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഗ്രഹിക്കാനുള്ള ജ്ഞാനവും എനിക്ക് തരണമേ എന്ന്. റോമർ 12:2 ഇപ്രകാരം പറയുന്നു, ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് ബുദ്ധിക്ക് രൂപാന്തരപ്പെടുവിൻ. ഈ വചനം നമ്മെ മനസ്സിന് സ്വസ്ഥതയുള്ളവരാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശുഭചിന്ത നമുക്കിവിടെ അവസാനിപ്പിക്കാം.